കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് സെപ്റ്റംബർ 29-ാം തീയതി ഞായറാഴ്ച ഗുവാഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ്. അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സ്വന്തം ഗ്രൗണ്ടിൽ. അതായത് നമുക്ക് ഇതൊരു എവേ മത്സരമാണ്. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഴയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അല്ല, അവരിപ്പോൾ കിടിലൻ ടീമാണ്. ഡൂറൻഡ് കപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് അവർ ISLലേക്ക് വന്നത്. അതും മോഹൻ ബഗാനെ അവരുടെ ഗ്രൗണ്ടിൽ വെച്ച് അവരുടെ കാണികൾക്ക് മുമ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഡൂറൻഡ് കപ്പ് നേടിയത്. യുവാൻ പെഡ്രോ ബെർണാലി എന്ന സ്പാനിഷ് ടാക്ടീഷ്യൻ്റെ കീഴിൽ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിലും അവർ കാഴ്ചവെച്ചത്. ഒരു പ്ലേ ഓഫിലേക്കൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചത്. ഈ സീസണിലേക്ക് എത്തുമ്പോൾ അവർ കൂടുതൽ അഡീഷൻസൊക്കെ നടത്തി മികച്ച രീതിയിലൊരു ടീമായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർഫോമൻസാണ് നമ്മൾ ഡൂറൻഡ് കപ്പിൽ അവരിൽ നിന്നും കണ്ടതും. വലിയ താരനിര അല്ലെങ്കിൽ വലിയ സ്റ്റാർ പ്ലെയേഴ്സൊന്നും ഇല്ലെങ്കിലും അവരൊരു ടീമെന്ന നിലയിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സോ ഒരു മികച്ച പോരാട്ടം തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ISLലേക്ക് വന്നാൽ 2 മത്സരങ്ങളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കളിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ മുഹമ്മദൻസിനെതിരെ ഒരു 1-0 വിജയം. എന്നാൽ രണ്ടാം മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ അവരുടെ ഗ്രൗണ്ടിൽ ഒരു 3-2 പരാജയം നേരിട്ടെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ അത്ര കുറച്ച് കാണേണ്ടതില്ല. അതിലൊരു സമനിലയെങ്കിലും ആ ഒരു മാച്ചിൽ അവർ അർഹിച്ചിരുന്നു. മോഹൻ ബഗാൻ്റെ രണ്ടാമത്തെ ഗോള് ഒരു ഫൗളിൽ നിന്ന് വന്ന ഒരു ഗോളാണ്. പക്ഷേ ഇവിടുത്തെ റഫറിമാരുടെ അവസ്ഥ അറിയാമല്ലോ, അവരത് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു. 2 തവണ ലീഡെടുത്തതിന് ശേഷമാണ് അവരൊരു 3-2 കീഴടങ്ങിയത് എന്നുകൂടി ഓർക്കണം. പിന്നെ ഒരു വിവാദ ഗോളും അതും കൂടി പരിഗണിക്കുമ്പോൾ ഒരു സമനിലയെങ്കിലും അവർ അർഹിച്ചിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. ഇനി നേരെ വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമാണ്. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അവരുടെ 4 പ്ലെയേഴ്സിനെ കുറിച്ച് ഞാൻ അതൊന്ന് പറയാം. സോ അത് കഴിഞ്ഞ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്കും മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം എടുത്തു പറയേണ്ട ഒരു പേര് നമ്മൾ മലയാളി കൂടിയായ ജിതിൻ MS-ൻ്റെ പേരാണ്. ഒരു വിങ്ങറായിട്ട് കളിക്കുന്ന ആൾ, ഒരു ഡൊമസ്റ്റിക് പ്ലെയറിൽ നിന്ന് എന്താണ് ഒരു ടീമിന് വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാൻ ജിതിൻ MS-ന് കഴിയുന്നുണ്ട്. ഡൂറൻഡ് കപ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നേടിയപ്പോൾ അതിൽ നിർണായക പങ്കുവഹിച്ച പ്ലെയറാണ് ജിതിൻ MS എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടായില്ല. ഡൂറൻഡ് കപ്പിലെ ഗോൾഡൻ ബോളും വിൻ ചെയ്തത് ജിതിൻ MS ആയിരുന്നു. സോ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ, അത് ഗോൾ അടിക്കാനായാലും അടിപ്പിക്കാനായാലും ജിതിൻ MS-നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മോഹൻ ബഗാനെതിരെ ഒരു കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയപ്പോൾ അതിന് തുടക്കമിട്ടതും അവസാനം ആ ഒരു ഗോളിലേക്കുള്ള അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തതും ജിതിൻ MS ആയിരുന്നു. കൃത്യമായിട്ടുള്ള പാസുകൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് കൃത്യമായിട്ട് വെയിറ്റിലും കൃത്യമായിട്ടുള്ള പെർഫെക്ഷനോട് കൂടി തന്നെ അത് ഡെലിവർ ചെയ്യാൻ ഇപ്പോൾ എന്തായാലും ജിതിൻ MS-ന് പറ്റുന്നുണ്ട്. സോ അത്തരത്തിൽ വിങ്ങിൽ നമുക്കൊരു ഡേഞ്ചറായി മാറാനുള്ളൊരു പ്ലെയറാണ് ജിതിൻ MS. സോ ആളെ ഒന്ന് പൂട്ടിയേ പറ്റൂ. ഇനി രണ്ടാമത്തെ പ്ലെയറിലേക്ക് വന്നാൽ ബെമാമർ. ISLലെ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സിൽ ഒരാളാണ് 34 വയസ്സുകാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുന്ന ഈ മൊറോക്കൻ പ്ലെയർ. ഡിഫൻസിന് കൃത്യമായിട്ട് കവർ കൊടുക്കാനും ട്രാൻസിഷൻ്റെ സമയത്ത് ഡിഫൻസിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്കുള്ള കണ്ണിയായി പ്രവർത്തിക്കാനും ബെമാമറിന് സാധിക്കുന്നുണ്ട്. ഒരു മിഡ്ഫീൽഡ് ഓർക്കസ്ട്രേറ്റർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു മിഡ്ഫീൽഡ് ഓർക്കസ്ട്രേറ്ററാണ് ബെമാമർ. കൃത്യമായിട്ട് ഫ്രണ്ടിലേക്ക് പന്തെത്തിക്കാനും ഹോൾഡ് ചെയ്യേണ്ട സമയത്ത് ഹോൾഡ് ചെയ്ത് കളിക്കാനൊക്കെ ആൾക്ക് പറ്റുന്നുണ്ട്. കൗണ്ടർ അറ്റാക്കിൻ്റെ സമയത്തും ആളുടെ ഇടപെടൽ നിർണായകമാണ്. കൂടാതെ അറ്റാക്കിങ്ങിൻ്റെ സമയത്ത് ലേറ്റ് റണ്ണുകൾ എടുത്തുകൊണ്ട് ചില ഷോട്ടുകൾ എടുക്കാനും ബെമാമർ ശ്രമിക്കുന്നുണ്ട്. മോഹൻ ബഗാനെതിരെ ആൾ നേടിയ ഒരു കട്ട് ബാക്ക് ക്രോസിനൊക്കെ ആൾ നേടിയ ഒരു കിടിലൻ ഗോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. സോ ബെമാമറിനെ പൂട്ടിയാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പകുതി പൂട്ടി എന്ന് വേണം നമുക്ക് പറയാം. ഒഡീഷയ്ക്ക് ജാഹു ഒക്കെ പോലെ ഒരു പ്ലെയറാണ് ബെമാമർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മൂന്നാമത്തെ പ്ലെയറിലേക്ക് വന്നാൽ അവരുടെ സ്പാനിഷ് സ്ട്രൈക്കർ ഗുലർമയുടെ കാര്യമാണ്. ആളും നല്ലൊരു ഫോമിലാണ്. നമുക്കറിയാം, ബോക്സിൽ നിന്നൊരു ചാൻസ് കിട്ടിയാൽ ആളത് ഫിനിഷ് ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഡൂറൻഡ് കപ്പിലൊക്കെ ആളുടെ മികച്ച പ്രകടനം നമ്മൾ കണ്ടതാണ്. എന്തായാലും ടീമായിട്ട് ആൾ സെറ്റായിട്ടുണ്ട്. ഈ സീസൺ മുതലാണ് ആൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കൂടെ ചേർന്നത്. ബെമാമറൊക്കെ കഴിഞ്ഞ സീസൺ മുതലേ ടീമിൻ്റെ കൂടെ ഉണ്ട്. സോ ആളെയും ഡേഞ്ചറാണ്. ബോക്സിലൊരു ഹാഫ് ചാൻസ് കിട്ടിയാൽ പോലും ഗോളാക്കാൻ കഴിവുള്ള താരം തന്നെയാണ് ഗുലെർമോ എന്ന കാര്യത്തിൽ എന്തായാലും ഒരു സംശയമില്ല. ഇനി നാലാമതൊരു പ്ലെയർ എന്നത് നെസ്റ്റർ ഐബാച്ചാണ്. കഴിഞ്ഞ സീസൺ മുതലേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കൂടെയുള്ള താരമാണ് നെസ്റ്റർ ഐബാച്ച്. ഇപ്പോൾ കഴിഞ്ഞ കളികളിലൊന്നും അദ്ദേഹത്തെ ആദ്യത്തെ 11-ൽ നമ്മൾ കണ്ടില്ല. എങ്കിലും ഒരു സബ് റോളിലോ ചിലപ്പോൾ ഫസ്റ്റ് 11-ലോ ആളെ പ്രതീക്ഷിക്കാം. എന്തായാലും ആൾ വളരെ സ്കിൽഫുള്ളായിട്ടുള്ള പ്ലെയറാണ്. ഡ്രിബിളൊക്കെ ചെയ്ത് ഗോളടിക്കാൻ കെൽപ്പുള്ള പ്ലെയറാണ്. സോ ആളുടെ ചില സിൽക്കി മൂവ്സൊക്കെ നമുക്ക് ഡേഞ്ചറായി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ 4 പ്ലെയേഴ്സിനെ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവരെ ഒന്ന് തടുത്താൽ, പ്രത്യേകിച്ച് ബെമാമറിനെയൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ആളിലേക്കുള്ള പാസിംഗ് ചാനൽസ് കട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമുക്കൊരു പകുതി ജയിച്ചു എന്ന രീതിയിൽ പറയാം. സോ ഇതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കുറിച്ച് പറയാനുള്ളത്. അവർ നല്ല രീതിയിലൊക്കെ കൗണ്ടർ ചെയ്ത് കളിക്കുന്ന ടീം കൂടിയാണ്. എന്തായാലും പെഡ്രോ ബെർണാലി എന്ന ടാക്ടീഷ്യൻ്റെ കീഴിൽ
അവരുടെ ഹോം ഗ്രൗണ്ടിൽ എനിക്കൊന്ന് ആദ്യ ഹോം മാച്ചാണ്, ഹോം ഗ്രൗണ്ടിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അവർ കാഴ്ചവെക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിൽ അവരൊരു ചാമ്പ്യന്മാരാണ്. സോ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റിയോട് കൂടിയുള്ള കളി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു കംബാക്ക് വിക്ടറിയിലൂടെ നമ്മൾ പോയിൻറ്റ്സ് ടേബിൾ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. സോ അത് നമുക്ക് തരുന്നൊരു ആത്മവിശ്വാസം വലുതായിരിക്കും. കാരണം ഇനി 3 എവേ മാച്ചാണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞ് ആണ് ഒരു ഹോം മാച്ച് വരുന്നത്. സോ നമുക്ക് ഈ ഒരു വിൻ അത്യാവശ്യമായിരുന്നു, നമുക്കത് ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴും എന്നാലും ടീമിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചില സ്റ്റാഹ്റെ ആശാൻ്റെ ഒരു ടാക്ടിക്സായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പ്ലേയേഴ്സ് ഫുള്ളി അഡാപ്റ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൂടാതെ ഒരുപാട് മിസ് പാസുകളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നുള്ള കൗണ്ടറുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈസ്റ്റ് ബംഗാളിനെതിരെയും അങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെയാണ് ഒരു മിസ് പാസ് നമുക്ക് വന്നു. അതിലൂടെ ഒരു അറ്റാക്കിലൂടെയാണ് നമുക്ക് ഒരു ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നത്. അതുപോലെയുള്ള കൗണ്ടർ ബോളുകൾ അതുപോലുള്ള മിസ് പാസുകൾ പിടിച്ചെടുത്ത് അറ്റാക്ക് ചെയ്യാൻ വളരെ വിദഗ്ധമായിട്ടുള്ള ടീം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് അവരുടെ മുമ്പത്തെ കളികളൊക്കെ കണ്ടവർക്ക് അറിയാം. സോ ഇത്തരം മിസ് പാസുകൾ മിഡിൽ നിന്ന് നമ്മൾ എന്തായാലും ഒഴിവാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡാനിഷ് ഫറൂഖിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വളരെ ഡേഞ്ചർ ആയിട്ടുള്ള മിസ് പാസുകൾ. സോ ഇതൊക്കെ ഒഴിവാക്കി കൃത്യമായി സ്റ്റാഹ്റെ ആശ എന്തായാലും ഒരു കൃത്യമായ ടാക്ടിക്സ് നടപ്പിലാക്കിയാൽ ഗ്രൗണ്ടിൽ അത് കണ്ടാൽ നമുക്ക് എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പൂട്ടാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ അധികം കളികളൊന്നും ജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ സീസണിലെ കണക്കെടുത്താൽ നമ്മൾ എവേ മാച്ചിൽ തോൽക്കുകയായിരുന്നു, 2-1 തോൽവി. ഹോം മാച്ചിൽ അതായത് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ 1-1 സമനിലയായിരുന്നു. സോ കഴിഞ്ഞ സീസണിൽ ഇതേ ടീമിനെ പെട്രോ ബണാലിൻ്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ നമുക്കതിന് സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി ലൈനപ്പിലേക്ക് വന്നാൽ ലൂണ ഉണ്ടാവില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. കൂടാതെ വിപിന് കഴിഞ്ഞ മാച്ചിൽ ചെറിയൊരു പരിക്കിന് പ്രശ്നമുണ്ടായിരുന്നു. വിപിൻ മോഹൻ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. അങ്ങനെ കളിക്കാതിരുന്നാൽ നമുക്ക് മിഡ്ഫീൽഡ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് മറ്റുള്ളവർ പരിഹരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എൻ്റെ ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഞാനൊന്ന് പറയാം. സോ ഞാൻ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെ പരിഗണിക്കുന്നു. ആൾ തന്നെയായിരിക്കും നമ്മുടെ നമ്പർ 1 ഗോൾ കീപ്പറാണല്ലോ. ഡിഫൻസിൽ സെൻട്രൽ ബാക്കായിട്ട് പ്രീതം മിരസ് കോംബോ, ലെഫ്റ്റിൽ നവോച്ച, റൈറ്റിൽ ഐബാനെ പരിഗണിക്കാനായിരിക്കും സാധ്യത. ഐബാൻ കഴിഞ്ഞ മാച്ചിൽ സബ്ബായിട്ട് വന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. സോ മിഡിൽ വിപിൻ കളിക്കുമെന്നൊരു പ്രതീക്ഷയിൽ ഞാൻ വിപിൻ, കൊയ്ഫ്, അസർ ഇവരെ മിഡിൽ പ്രതീക്ഷിക്കുന്നു. കൂടാതെ അറ്റാക്കിങ്ങിൽ നോഹ, രാഹുൽ, സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ആര് വരും ഫ്രണ്ടിൽ നിന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. സോ ഞാൻ ഹിമിനസിനെ തന്നെ പ്രതീക്ഷിക്കുന്നു. ഹേസൂസ് ഹിമിനസ് തന്നെ ഇറങ്ങും. സെക്കൻഡ് ഹാഫിൽ പെപ്ര ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രെഡിക്റ്റഡ് 11. ഒരു 2-1 എന്ന സ്കോർ ലൈനെങ്കിലുള്ള ഒരു വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ ഒരു പ്രെഡിക്റ്റഡ് ലൈനപ്പും നിങ്ങളുടെ ഒരു പ്രതീക്ഷയും എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു അതായത് ഈ ഒരു മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് ടോക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.